ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇപ്പോഴും അതേ സ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ട്. ഇത് ഉദ്യോഗസ്ഥ വൃന്ദം മാത്രം ചെയ്യുന്നതാണ്. കെ.എം. എബ്രഹാമിന്റെ കാര്യത്തിലും അത്തരത്തിലുള്ളൊരു നടപടിയാണ് ഉണ്ടാകുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ല എന്നാണ്. അല്ല, എനിക്കിവിടെ പറയാനുള്ള ഞാൻ കെ.എം. എബ്രഹാത്തിനെതിരെ സർക്കാരിൽ പരാതി കൊടുത്തിട്ട് നടപടിയെടുക്കാൻ വന്നപ്പോൾ വിജിലൻസ് കോടതിയിൽ അർജി കൊടുത്തു. വിജിലൻസ് കോടതി ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി 2016 ഒക്ടോബർ 7 കെ.എം. എബ്രഹാത്തിനെതിരെ ക്യൂരിഫിക്കേഷൻ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ 10 വർഷക്കാലം ആണ് കെ.എം. എബ്രഹാം വരയിൽ കഴിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചുള്ളത്. അതായത് ഈ കൊല്ലം കടപ്പാക്കടയിലെയും തിരുവനന്തപുരത്തെ ഫ്ലാറ്റും ബോംബെയിലെ ഫ്ലാറ്റും എല്ലാം പറയുന്നുണ്ട്. അപ്പം കെ.എം. എബ്രഹാം വരവിൽ കഴിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയനുമായിട്ട് കൂട്ടിയിരുന്ന മുഖ്യമന്ത്രിയെ ഉള്ള ഇതിലല്ല. പക്ഷേ കെ.എം. എബ്രഹാമിനെ ഇതുപോലെയുള്ള ആരോപണ വിധേയനായിട്ടുള്ള ആളെ സംരക്ഷിച്ചുകൊണ്ട് കൂടെ ഇങ്ങനെ ക്യാബിനറ്റ് റാങ്കും കിഫ്ബിയുടെ സിഇഒയും മുഖ്യമന്ത്രി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും ഒരു ബാധ്യതയാകും കെ.എം. എബ്രഹാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കുറേ കഴിയുമ്പം ബോധ്യമാകും. അപ്പം ഇതൊരു ബാധ്യതയാകും, ഭാവിയിലൊരു ശിവശങ്കരനായി മാറും എന്ന് ഞാൻ ഇന്നിപ്പോൾ ഹൈക്കോടതി മുമ്പിൽ മാധ്യമങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കെ.എം. എബ്രഹാം ഭാവിയിലൊരു ശിവശങ്കരനായി മാറും, ഒരു ബാധ്യതയായി ഗവൺമെൻറ് മാറും എന്ന് പറഞ്ഞാൽ ഇക്കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഞാൻ ഈ പറയുന്ന കെ.എം. എബ്രഹാത്തിനെതിരെയുള്ള ആരോപണത്തിൽ മുഖ്യമന്ത്രിയെ ഞാൻ ആശയമൊന്നും ഉന്നയിച്ചിട്ടില്ല. ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഇയാളെ കൂടെ നിൽക്കുന്ന ആളെ സംരക്ഷിക്കുവാനും സഹായിക്കുവാനും നിൽക്കുന്നു എന്നുള്ളത് സ്വാഭാവികം. ഞാൻ കോടതിയിൽ അത് വാദിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി ഞാൻ കൊടുക്കുന്ന പരാതിയിലെല്ലാം നടപടി എടുക്കുന്നുണ്ട്. ഇപ്പം എബ്രഹാത്തിൻ്റെ കാര്യം ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യത്തിലും നടപടി എടുക്കുന്നുണ്ട്. അപ്പോൾ എബ്രഹാത്തിനെ കൂടെ നിൽക്കുന്ന ആളെ അമിതമായി അപ്പം ഒരുപാട് സഹായങ്ങൾ അങ്ങോട്ടും പരസ്പര സഹകരണങ്ങളായിട്ട് ഇവർ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ CBI അന്വേഷിക്കുമ്പോൾ അതെല്ലാം വെളിയിലേക്ക് വരുമ്പോൾ ശിവശങ്കരനെ കൈവിടേണ്ട പോലെ മുഖ്യമന്ത്രി കൈവിടേണ്ട വരും, ഗവൺമെൻറ് കൈവിടേണ്ട വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. ശരി, ശ്രീ കെ സോമൻ, 2017 ഡിസംബർ, അതായത് 2017 അവസാനം 2018 വിരമിക്കുന്നത് കെ.എം. എബ്രഹാം ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന്. അല്ല, അദ്ദേഹം ചീഫ് സെക്രട്ടറി ആകുന്നത് 2017 ഓഗസ്റ്റ് 31 ഓഗസ്റ്റ് 31 അതിനുശേഷം ആ വർഷം തന്നെ ഡിസംബർ 31 അതെ അതെ. തുടർന്ന് അദ്ദേഹം ചുരുങ്ങി ഓഗസ്റ്റ് മുതൽ വെച്ച് നോക്കുമ്പോഴത്തേനും 8 മാസമാണ് ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്നത്. ചുരുങ്ങിയ 8 മാസം മാത്രമേ ഉള്ളൂ ചീഫ് സെക്രട്ടറി ആയിട്ട് കെ.എം. എബ്രഹാം ഇരുന്നത്. ഡിസംബർ 2017 ഡിസംബർ 31 റിട്ടയർ ചെയ്തു. അതെ, ആ സ്റ്റാഫ് അംഗത്തിനാണ് 2024 ഫെബ്രുവരിയിൽ ക്യാബിനറ്റ് പദവി നൽകുന്നത്. അതായത് അഴിമതി ആരോപണങ്ങൾ തുടർച്ചയായി നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ക്യാബിനറ്റ് പദവി നൽകി ഇങ്ങനെ കൂടെ ചേർത്ത് പിടിക്കുന്നത് എന്നുള്ളതാണ്. ഗൗരവ സ്വഭാവത്തിലുള്ള അഴിമതി ആരോപണങ്ങളെല്ലാമാണ് ഈ ചീഫ് സെക്രട്ടറിക്ക് പോലും ക്യാബിനറ്റ് റാങ്ക് ഇല്ല. നിലവിലുള്ള ചീഫ് സെക്രട്ടറിക്ക് പോലും ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിട്ടില്ല സർക്കാർ.